ഇതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള എ കളക്റ്റീവ് റീഡിംഗ് ഫോർ യു എന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ. അത് കട്ടായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ 2 പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇത് കാണാം കേട്ടോ, മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് വർണ്ണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ ഓരോ ടച്ച് പോലും, അതിന് നമ്മുടെ ഇപ്പോൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്, അപ്പോൾ അവരുടെ ഫീലിങ്സ് തന്നെയാണ് നമുക്ക് റിവൈൻഡ് ചെയ്ത് വരുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ടച്ച് പോലും അവരെ ഭയങ്കരമായിട്ട് എനർജി കയറ്റും. അതായത് അവരിപ്പോൾ ലേസി ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാതെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക അല്ലെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് നിങ്ങളുടെ ഒരു വാക്കിൻ്റെ പുറത്ത് വേണമെങ്കിൽ അവർ കുതിര ഓട്ടം ഓടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഫാസ്റ്റായിട്ട് അവർ മുന്നോട്ട് പോകും. അതാണ് നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രമാത്രം ആക്റ്റീവാണ്, അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രമാത്രം എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ആ ഒരൊറ്റ സംഭവത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പം അത്രയ്ക്കും യൂണിവേഴ്സൽ എനർജി ഉള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ അവരെ സംശയിച്ചിരിക്കരുത്. എന്നോട് മിണ്ടുന്നില്ല, എന്നെ കാണുന്നില്ല, എന്നെ നോക്കുന്നില്ല, നോ വേ, അതൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തം, അവർക്കിപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങൾ തീരെ മാറ്റി നിർത്താനായിട്ട് അവർക്ക് പറ്റില്ല. നിങ്ങളുമായിട്ടുള്ള സ്നേഹം അവർക്ക് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. മനസ്സിലായ? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് താല്പര്യമില്ലാണ്ടോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്ന രീതി എന്ന് പറയുന്നത് ഏതൊരു പാർട്ട്നേഴ്സും പരസ്പരം സ്നേഹിക്കുന്നതിനേക്കാളും വളരെ ഒരു പടി മുന്നിലാണ്, ഒരു പടി മുകളിലാണ് എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്കും നിങ്ങളുടെ സ്ട്രെങ്ത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്ത് തന്നെയാണ് നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു നോട്ടം, നിങ്ങളുടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് അല്ലെങ്കിൽ ഒരു ഹഗ്, ഒരു കിസ്, ഇതൊക്കെ അവരെ ഭയങ്കരമായിട്ട് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാനായിട്ട്, വേറെ രീതിയിലൊന്നുമല്ല. ഇനി വേറെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആൾക്കാർ ഇതിലിടാൻ നിൽക്കണ്ട. മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് നീങ്ങാൻ, മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള വലിയ കരുത്തും ദണ്ടും ഉറപ്പൊക്കെയാണ്. അതാണ് ഇവിടെ ഈ ഹൈ പ്രീസ്റ്റസും എംപ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് ഉയർത്തി കാണിക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങളാണ് അവരുടെ എനർജി. നിങ്ങൾ എത്രയും കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നോ, നിങ്ങൾ എത്രയും കാലം അവരുടെ കൂടെ ഉണ്ടോ, അപ്പോൾ അത്രയും കാലം അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ അവരുടെ കൂടെ നിന്ന് പോകുന്ന നിമിഷം അവർ ഡള്ളായി പോകും. ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, ഡൗട്ട് അടിക്കേണ്ട. നിങ്ങളുടെ അടുത്തേക്ക് അധികം വൈകാതെ അവർ തിരിച്ചെത്തുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിയൂണിയൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള എനർജി വേറെ ഏത് റിലേഷൻഷിപ്പ് പോലെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാളുമൊക്കെ 1-2 പടി മുകളിൽ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. മറ്റാരും അവരുടെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല. അങ്ങനെ കയറി കൂടാൻ ഒരാൾക്കും പറ്റില്ലടോ. നിങ്ങളുടെ സ്ഥാനത്ത് ഒരാൾക്കും കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അട്രാക്റ്റ് ചെയ്താൽ മാത്രം പോരാ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ.